കോഴിക്കോട് നാദാപുരത്ത് സംസ്ഥാന പാതയിൽ പടക്കം പൊട്ടിച്ച് വിവാഹ സംഘത്തിന്റെ ആഘോഷം. പേരോട് ടൗണിലാണ് ഒരു കൂട്ടം യുവാക്കൾ ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കങ്ങൾ പൊട്ടിച്ചത്. രാഹുൽ കെവി ഉണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത് നാദാപുരം, കുറ്റ്യാടി, വടകര, പേരാമ്പ്രയൊക്കെ ആ ഒരു മേഖലകളിൽ ഒരു പ്രത്യേകത കൂടിയാണ്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ആഘോഷങ്ങളാണ്. ചെക്കനെയും പെണ്ണിനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇതിപ്പോൾ വാഹനങ്ങളൊക്കെ തടസ്സപ്പെടുത്തി ആഘോഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ? പക്ഷേ അതെ, കളർഫുൾ ആഘോഷങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവാറുണ്ട്. മലബാറിൽ നല്ല രീതിയിൽ തന്നെ വിവാഹത്തിൻ്റെ ഭാഗമായി ആഘോഷങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പടക്കം പൊട്ടിക്കുക, അതായത് ഒരു ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഘോഷയാത്രയുടെ ഭാഗമായൊക്കെ പടക്കം പൊട്ടിക്കുന്ന രീതിയിൽ ഈ കല്യാണം കളറാക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുക എന്നത് ശുദ്ധ തോന്നിയാസം തന്നെയാണ്. ഇപ്പോൾ ഈ 3 പേർക്കെതിരെ, കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെ നാദാപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് കോറോത്ത് മൊയ്തു എന്നയാളുടെ മകൻ്റെ വിവാഹമായിരുന്നു ഇന്നലെ രാത്രി. കല്യാണത്തിൽ ഒത്തുചേർന്ന സുഹൃത്തുക്കളൊക്കെ പിന്നീട് വിവാഹം കഴിഞ്ഞ് അതിനുശേഷമുള്ള ഒത്തുചേരൽ കൂടുതൽ കളർഫുള്ളാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പടക്കം വരിവരിയായി വെച്ച് സംസ്ഥാന പാതയിൽ തന്നെ പൊട്ടിച്ചത്. അതും തന്നെ ടൗണിൽ വെച്ചാണ് വിധത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 15 മിനിറ്റിലധികം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് ആളുകൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏതായാലും ഇപ്പോൾ നാദാപുരം പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് നിലവിൽ കേസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയ. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷിക്കുന്നതിലൊന്നും തെറ്റില്ല, എല്ലാവർക്കും ആഘോഷിക്കാം. പക്ഷേ സംസ്ഥാന പാതയിൽ ഇങ്ങനെ മറ്റു വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ആഘോഷം മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം.